യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ചേർന്ന് പാടാം. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു കുരിശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു കുരിശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. യേശുവത്ര നല്ലവൻ, യേശുവത്ര വല്ലഭൻ, 10,000 അതിശ്രേഷ്ഠനവൻ. യേശുവത്ര നല്ലവൻ, യേശുവത്ര വല്ലഭൻ, 10,000 അതിശ്രേഷ്ഠനവൻ. യേശുവിന്റെ നാമം, യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ചേർന്ന് ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തും. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തും. യേശുവിൻ നാമം, യേശുവിൻ നാമം ജീവിതത്തിലേക ആശ്രയം. ചേർന്ന് പാടിയാലും. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയം. യേശുവിൻ നാമം, യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ. ശക്തിയോടെ കരങ്ങളെല്ലാം ചേർത്തടിച്ച് ആ ദൈവത്തിന്റെ നാമം സ്തുതിക്കുവാനായി, അവന്റെ നാമത്തെ ഉയർത്തുവാനായി തുടങ്ങാം. എല്ലാ ഇടങ്ങളിലും ആ ദൈവത്തിന്റെ നാമം ഉയരട്ടെ. യേശു കർത്താവിന്റെ നാമം ഈ ലോകമെമ്പാടും ഉയരുവാൻ, ആ ദൈവത്തെ സ്തുതിക്കുവാനായി, അവനെ ആരാധിക്കുവാനായി തുടങ്ങാം. ശക്തിയോടെ കരങ്ങളെല്ലാം ചേർത്തടിച്ച് നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം.
ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം, ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോൾ, സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോൾ, സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴങ്ങിടുമ്പോൾ, ഉയർക്കില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഒരിക്കൽ കൂടെ ചേർന്ന് മുഴക്കിടുമ്പോൾ, ഉയർക്കില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമെടുത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമെടുത്തിടുവാൻ. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതായി. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. ഓ, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതായി. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. 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 ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ, അങ്ങയെ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ കൃപ ഒന്നു മാത്രമാണ് കർത്താവേ ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത് കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി, അങ്ങയുടെ കൃപയാൽ നിറച്ചതിനായി നന്ദി പറയുകയാണ്. ആമേൻ, ആമേൻ. തുടർന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് വചനം പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ തയ്യാറായിട്ടിരിപ്പുണ്ട്? എത്ര പേർ റെഡി ആയിരിപ്പുണ്ട്? എല്ലാവരും ഈ സമയത്ത് കരങ്ങളെല്ലാം ചേർത്തടിച്ച് ബ്രദർ ഡാമിയനെ ഈ സമയത്തേക്ക് സ്വീകരിക്കാം.
മത്തായി സുവിശേഷം 14 അധ്യായത്തിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത്. മാത്യു ചാപ്റ്റർ 14. മാത്യു ചാപ്റ്റർ 14 1-ാം വചനം മുതൽ നോക്കാം. At that time, Herod the Tetrarch heard the reports about Jesus, and he said to his attendants, "This is John the Baptist. He has risen from the dead. That's why miraculous powers are at work in him." Verse number 3. Now Herod had arrested John and bound him and put him in prison because of Herodias, his brother Philip's wife. For John had been saying to him, "It's not lawful for you to leave her." Herod wanted to kill John, but he was afraid of the people, because they considered John a prophet. On Herod's birthday, the daughter of Herodias danced for guests and pleased Herod so much that he promised with an oath to give her whatever she asked. Prompted by her mother, she said, "Give me here on a platter the head of John the Baptist." The king was distressed, but because of his oaths and his dinner guests, he ordered that her request be granted, and had John beheaded in the prison. His head was brought in on a platter and given to the girl, who carried it to her mother. John's disciples came and took his body and buried it. Then they went and told Jesus. ആ ഭാഗം മലയാളത്തിൽ ചേർന്ന് വായിക്കാം. ആ കാലത്ത് ഇടപ്രഭുവായ ഹെരോദാവ് യേശുവിൻ്റെ ശ്രുതി കേട്ടിട്ട് അവൻ യോഹന്നാൻ സ്നാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു, അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവരിൽ വ്യാപരിക്കുന്നതെന്ന് തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു. ഹെരോദാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹേരോദ് നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ചുകെട്ടി തടവിൽ ആക്കിയിരുന്നു. അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷാരം അവനെ പ്രവാചകനെന്ന് എണ്ണുകയാൽ അവരെ ഭയപ്പെട്ടു. എന്നാൽ ഹെരോദാവിൻ്റെ ജനന ദിവസമായപ്പോൾ ഹെരോദ്യയുടെ മകൾ സഭാമധ്യേ നൃത്തം ചെയ്ത് ഹെരോദാവിനെ പ്രസാദിപ്പിച്ചു. അതുകൊണ്ട് എന്തു ചോദിച്ചാലും അവൾക്ക് കൊടുക്കുമെന്ന് അവൻ സത്യം ചെയ്ത് വാക്കുകൊടുത്തു. അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യോഹന്നാൻ സ്നാപകൻ്റെ തല ഒരു താലത്തിൽ തരയണം എന്ന് പറഞ്ഞു. രാജാവ് ദുഃഖിച്ചുവെങ്കിലും ചെയ്ത സത്യത്തെയും വിരുന്നുകാരെയും വിചാരിച്ച് അത് കൊടുപ്പാൻ കൽപ്പിച്ചു. ആളയച്ച് തടവിൽ യോഹന്നാനെ ശിരച്ഛേദം ചെയ്യിച്ചു. അവൻ്റെ തല ഒരു താലത്തിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു. അവൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് ഉടൽ എടുത്ത് കുഴിച്ചിട്ടു. പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു. നമ്മൾ ഈ വചന പഠനം തുടങ്ങിയപ്പോൾ 3-ാം അധ്യായത്തിൽ ശക്തിയേറിയ ശുശ്രൂഷ യോഹന്നാൻ സ്നാപകൻ ചെയ്യുന്നത് നമ്മൾ കണ്ടു. വളരെ കാർക്കശ്യ സ്വഭാവക്കാരനും വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തയാളും ദൈവത്തിനു വേണ്ടി ശക്തിയോടെ നിലകൊള്ളുന്ന ആളും മുഖം നോക്കാത്തവനുമാണ് യോഹന്നാൻ. രാജാവാണെങ്കിലും സാധാരണ മനുഷ്യരാണെങ്കിലും പുരോഹിതനാണെങ്കിലും പടജനമാണെങ്കിലും ഒരൊറ്റ സന്ദേശം: യു ഹാവ് ടു റിപ്പന്റ്. ആ ശക്തിയേറിയ തൻ്റെ കട്ട ഉടയ്ക്കുന്ന ശുശ്രൂഷ എന്ന് വേണമെങ്കിൽ പറയാം. 400 വർഷത്തിലധികമായി ഇരുണ്ട കാലഘട്ടമായിരുന്നു. വചനമില്ലായിരുന്നു, പ്രവചനമില്ലായിരുന്നു, ഉണർവില്ലായിരുന്നു. അതിൽ നിന്നും ജനത്തെ ഏലിയാവിൻ്റെ ശക്തിയോടും ആത്മാവോടും കൂടെ ദൈവത്തിലേക്ക് മടക്കി വരുത്തുന്ന ശുശ്രൂഷ ചെയ്ത് മുന്നിലേക്ക് പോകുന്ന ആ വ്യക്തി, പ്രവാചകൻ, അദ്ദേഹത്തെ 4-ാം അധ്യായം 12 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മത്തായി യോഹന്നാൻ തടവിലായ ശേഷം യേശു ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം 12-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് വീണ്ടും യോഹന്നാൻ്റെ ചില കാര്യങ്ങൾ യേശു പരാമർശിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു അവിടെ പരാമർശിക്കുന്നു. അങ്ങനെ പരാമർശിക്കുമ്പോൾ നാം കാണുന്നത് കർത്താവ് ഇങ്ങനെ പറയും: സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനായി ആരുമില്ല.
അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ. ആ സമയത്ത് ഉണ്ടായ സംഭവം എന്താണ്? യോഹന്നാൻ സ്നാപകന് ജയിലിൽ കിടക്കുമ്പോൾ ഒരു സംശയം ഉണ്ടായി, വരുവാനുള്ള ഇവൻ തന്നെയാണോ, മറ്റൊരാളെ കാത്തിരിക്കണമോ? കർത്താവ് പറഞ്ഞു, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. അത് പറയുമ്പോൾ തന്നെ കർത്താവ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. മറ്റൊരു കാര്യം കർത്താവിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഒരാൾക്ക് നന്നായി ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇടയ്ക്ക് വെച്ചൊന്ന് തളർന്നു പോയി, നിരാശപ്പെട്ടു. പക്ഷെ കർത്താവ് ഒരിക്കലും കൈവിടുന്നവനല്ല. അതിനുശേഷം യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം രേഖപ്പെടുത്തുന്നത് 14-ാം അധ്യായത്തിലാണ്. ഒന്നുകൂടി പറയാം. 3-ാം അധ്യായത്തിൽ ശക്തിയേറിയ ശുശ്രൂഷ കാണും. അതിനുശേഷം അതിനു മുമ്പ് സഖര്യാവിന് ദൂതൻ പ്രത്യക്ഷനായ ഉത്ഭവമെല്ലാം കാണുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ ശുശ്രൂഷ. 4-ാം അധ്യായത്തിൽ ജയിലിലായ ശേഷം ഉള്ള കാര്യങ്ങൾ, അതൊരു വലിയൊരു ജമ്പ് അവിടെ ഉണ്ട്. പിന്നെ 11-ാം അധ്യായത്തിൽ വരുമ്പോൾ കർത്താവ് ആ കാര്യങ്ങളെല്ലാം യോഹന്നാനെ കുറിച്ചുള്ള എൻ്റെ പ്രൊഫൈൽ വിശദീകരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്ത്രീകളിൽ നിന്ന് ഇതുപോലൊരു ആൾ ജനിച്ചിട്ടില്ല. ആ വീക്ക് മൊമെൻറ്റിലും അദ്ദേഹം ദൈവത്തിൻ്റെ കണ്ണിൽ അതുപോലെ തന്നെയാണ്, അവന് സ്ഥാനഭ്രംശമൊന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ഇനി യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇവിടെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ആ കാലത്ത് ഇടപ്രഭുവായ ഹെരോദാവ്, ഈ ഹെരോദാവ് എന്ന് കേൾക്കുമ്പോൾ ഞാൻ പലവട്ടം പറഞ്ഞു, ഹെരോദാവ് ഒരു വ്യക്തിയുടെ പേരല്ല, അതൊരു ടൈറ്റിലാണ്, സ്ഥാനപ്പേരാണ്. എന്ന് വെച്ചാൽ ഫറവോൻ എന്ന് പറയുന്നത് പോലെ, കൈസർ അല്ലെങ്കിൽ സീസർ എന്ന് പറയുന്നത് പോലെ ഒരു പേരാണ് ഹെറോദ്. യേശുവിൻ്റെ കാലത്ത് ഒരു ഹെരോദാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഹെറോദ് ദ ഗ്രേറ്റ്, മഹാനായ ഹെറോദ്, അയാളുടെ മകനാണ് ഇദ്ദേഹം. ഇടപ്രഭുവായ ടെട്രാർക്ക്, ഇടപ്രഭുവായ ഹെരോദാവ്, ഹെറോദ് ആൻറ്റിപ്പാസ് എന്നാണ് ഇദ്ദേഹത്തെ പറയുന്നത്. ഇദ്ദേഹം ചെയ്ത് ഗലീലയുടെ പ്രദേശങ്ങളിലും പെരയ എന്ന പ്രദേശങ്ങളിലും അതുപോലെ തന്നെ സിറിയയുടെ റോമൻ പ്രവിശ്യയിലെ 4-ൽ1 ഭാഗത്തും ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഒരു വലിയ രാജാവല്ല, ടെട്രാർക്കാണ്, ഇടപ്രഭു എന്ന് പറയും, വലിയൊരു രാജാവല്ല. ഇദ്ദേഹമാണ് ഈ കാലത്ത്, യേശു ജനിക്കുന്ന കാലത്താണ് ഹെറോദ് ദ ഗ്രേറ്റ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭീഷണിയിലാണ് ഈജിപ്തിലേക്ക് പോയതും അദ്ദേഹം മരിച്ചെന്നറിഞ്ഞപ്പോൾ തിരിച്ചു വന്നത്. അത് ഓർമ്മയുണ്ടല്ലോ. ഇത് മകനാണ്. മകൻ്റെ കാലത്ത് ഹെറോദ് ദ ടെട്രാർക്ക് ഹേർഡ് ദ റിപ്പോർട്ട്സ് അബൌട്ട് ജീസസ്. യേശുവിനെ കുറിച്ചുള്ള വാർത്ത അദ്ദേഹം കേട്ടു, ഇടപ്രഭു കേട്ടു. ഇദ്ദേഹം എവിടെയാ? ഗലീലയിൽ, വടക്കൻ പ്രദേശങ്ങളിലാണ് ഭരിക്കുന്നത്. എങ്ങനെയാ കേട്ടത്? രാജകൊട്ടാരത്തിൽ, നാട്ടിൻ പ്രദേശങ്ങളിലും പുറത്തൊക്കെ ശുശ്രൂഷിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള വാർത്ത കേൾക്കാൻ സാധ്യത എന്താണ്? ഒന്ന് കുറിച്ച് വയ്ക്കുക. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 46-ാമത്തെ വചനത്തിൽ നമ്മളൊരു എ നോബിൾ മാൻ ഓഫ് കേപ്പർനിയം, കഫർനഹൂമിലെ ഒരു പ്രഭുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം ഇദ്ദേഹത്തോട് ബന്ധപ്പെട്ട, ഹെരോദാവിനോട് ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 1-ാം വചനത്തിൽ മനായേൻ എന്നൊരാളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതൊക്കെ അതൊക്കെ കൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന, അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടി വളർന്ന മനായേൻ. ഇവർ തമ്മിൽ ഒരുമിച്ചാണ് വളർന്നത്. ഓക്കെ, അപ്പം മനായേൻ, ഒരുമിച്ച് വളർന്ന മനായേനുമായിട്ട് എന്തുണ്ട്? കണക്ഷനുണ്ട്. വേറെ കേൾക്കണോ? ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം ലൂക്കോസ് 8:3 ഖ്യൂസ എന്നൊരാളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ യേശു കർത്താവിൻ്റെ ടീമിലെ, അവിടെ നോക്കി, ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ, അദ്ദേഹത്തിൻ്റെ സ്റ്റിവോർഡായിരുന്ന, മാനേജറായിരുന്ന, കൊട്ടാര വിചാരകനായിരുന്ന ഖൂസയുടെ ഭാര്യ യോഹന്ന അവിടെ എവിടെ ഉണ്ടായിരുന്നു? യേശുവിൻ്റെ മിനിസ്ട്രി ടീമിലുണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെ തമ്മിൽ എന്തുണ്ട്? കൊട്ടാരവുമായി ബന്ധമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ യേശുവിലൂടെ നടക്കുന്ന അത്ഭുത പ്രവൃത്തികൾ ആരുടെ ചെവിയിലെത്തി? ഇടപ്രഭുവായ ഹെരോദാവിൻ്റെ ചെവിയിലെത്തി. എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റ് ആണ് നമ്മളവിടെ വായിക്കുന്നത്.
അദ്ദേഹത്തിൻ്റെ കമൻ്റ് എന്താണെന്ന് നോക്കാം. 2-ാം വചനത്തിൽ കാണാം. ഹി സെഡ് ടു ഹിസ് അറ്റൻഡൻസ്, ഹെരോദാവ് തൻ്റെ കൊട്ടാരത്തിലെ കാര്യവിചാരകന്മാരോട് ഇങ്ങനെയാണ് പറയുന്നത്, ഭൃത്യന്മാരോട്. എന്താണ് വായിച്ചു നോക്കാമോ? അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു. അവൻ യോഹന്നാൻ സ്നാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു. അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നത് എന്ന് തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു. ഹെരോദാവ് പെട്ടെന്ന് പറയുവാണ്, യേശു എന്ന ഈ മനുഷ്യനിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? യോഹന്നാൻ സ്നാപകൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ശക്തി ഈ മനുഷ്യനിൽ കൂടിയതാണ്. അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻ്റാണ്, കൂടിയതാണ്. അതിനൊരു കാരണമുണ്ട്, കുറ്റബോധം. ആ സ്നാപ യോഹന്നാനെ കൊന്നതാരാ? ഈ ഇടപ്രഭുവായ ഹെരോദാവാണ്. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഇനി കുറ്റബോധത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഇനി കൊല്ലാനുണ്ടായ സാഹചര്യം അതാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ദിസ് ഈസ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ യേശുവിനെ കുറിച്ച് അന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ 3 വാർത്തകൾ പ്രചരിച്ചിരുന്നു. അതെങ്ങനെ മനസ്സിലായി? മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ വരുമ്പോൾ കാണാം, ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ 3 അഭിപ്രായം പറഞ്ഞു. എന്തൊക്കെയാണ്? 1, ഇത് യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റത്. 2, ഇത് ഏലിയാവാണ്. 3, പ്രവാചകന്മാരിൽ ഒരുത്തനാണ്. നോക്കി, യോഹന്നാൻ സ്നാപകൻ, ചിലർ ഏലിയാവെന്നും, പിന്നെ ഇരമ്യാവ് അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുത്തൻ. ഇങ്ങനെ ഉള്ള അഭിപ്രായങ്ങൾ അവിടെ പൊതുവെ ഉണ്ടായിരുന്നു. യേശുവിൽ ശുശ്രൂഷ വെളിപ്പെട്ടപ്പോൾ യേശു ആരെന്ന് മനസ്സിലാക്കാത്തവർ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? മരിച്ചുപോയ ഏതൊരു പ്രവാചകൻ ഇതിൽ കൂടിയേക്കുക എന്നാണ് അവർ പറയുന്നത്. ഇത് ഹെരോദാവും പറഞ്ഞു. 3-ാം വചനത്തിൽ വരാം. Now Herod had arrested John and bound him and put him in prison because of Herodias, his brother Philip's wife. ഹെരോദാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹെരോദ്യ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ. ഒന്ന് ശ്രദ്ധിക്കുക ഇനി പറയുന്നത്. ഒരല്പം ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ഒന്ന് അറിയുന്നത് നല്ലതാണ്. ഇവിടെ വലിയൊരു പ്രശ്നം നടന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞ ഹെരോദ് അന്തിപ്പാസ് അദ്ദേഹം ഒരു ഗുരുത്തക്കേട് കാണിച്ചതാണ്. തൻ്റെ സഹോദരൻ ഫിലിപ്പോസ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹെരോദ്യ. ഫിലിപ്പോസിൻ്റെ ഭാര്യയായിരുന്നു. അതിലൊരു മോളുണ്ട്, ശലോമി. ആ ഭാര്യയെ ഇദ്ദേഹം വിവാഹം കഴിച്ചു. തൻ്റെ ഭാര്യ ഉപേക്ഷിച്ചു. ആദ്യത്തെ ഭാര്യ ഉപേക്ഷിച്ച് സഹോദരൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചു. ഇതിൽ 2 തെറ്റുകളാണ് യോഹന്നാൻ കാണുന്നത്. ഒന്ന്, ഇത് അഡൾട്ടറിയാണ്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിനു മുമ്പൊരു ഡിവോഴ്സ് നടന്നു. ഡിവോഴ്സ് അന്ന് ലീഗലാണ്. ആവശ്യമില്ലെങ്കിൽ ഒരു ഉപേക്ഷണപത്രം എഴുതി കൊടുത്ത് അങ്ങ് വിട്ടാൽ മതി. ദാറ്റ്സ് ഓക്കെ. വേറൊരു പ്രശ്നം കൂടി ഇവിടെ ഉണ്ട്. ഈ ഹെരോദ്യ ആരാണ്? ഹെരോദ്യ എന്ന് പറയുന്നത് മറ്റൊരു സഹോദരൻ്റെ മകളാണ്. മനസ്സിലായോ? ഇവരുടെ തന്നെ സഹോദരൻ്റെ മകളാണ്. നീസായിട്ട് വരും. അതൊരു ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പാണ്. ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ അടുത്ത ബന്ധമുള്ള രക്തബന്ധമുള്ളവരെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പായി അത് മാറും. ഒന്ന് അഡൾട്ടറസ് റിലേഷൻഷിപ്പ്, 2 ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പ്. ഫിലിപ്പോസ് ഹെരോദിയെ കല്യാണം കഴിച്ചതും തെറ്റാണ്, കാരണം സഹോദരൻ്റെ മകളാണ്. ഹെരോദാവ് കല്യാണം കഴിച്ചതും തെറ്റാണ്, കാരണം എന്ത്? അദ്ദേഹത്തിൻ്റെയും സഹോദരൻ്റെ മകളാണ്. 2 തരത്തിൽ ഇവിടെ തെറ്റുണ്ട്. പല പ്രാവശ്യം ഒരുപക്ഷെ ഹെരോദാവുമായി ഉള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയിൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, നീ ചെയ്യുന്നത് ശരിയല്ല. അന്നത്തെ പ്രവാചകന്മാർക്കൊരു ഗുണമുണ്ട്. രാജാവിൻ്റെ മുമ്പിൽ ചെന്നാണേലും എന്ത് പറയും? നാഥാൻ പ്രവാചകൻ ഓർമ്മയുണ്ടോ? ദാവീദ് പാപം ചെയ്ത സമയത്ത് വലിയ പുള്ളിയാണ്, ഒത്തിരി പാട്ടുകൾ എഴുതി വർഷിപ്പൊക്കെ ലീഡ് ചെയ്യുന്ന ആളാണ്, വളരെ അഭിക്ഷിക്തനാണ്. പക്ഷെ തെറ്റ് ചെയ്തപ്പോൾ നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ഒരു കഥ പറഞ്ഞ ആദ്യം, അതിന് ശേഷം പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ,
നീ മാനസാന്തരപ്പെട്ടോളാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് ശിക്ഷ എന്താണെന്നുള്ളതും പറഞ്ഞു. പ്രവാചകന്മാർക്ക് ഭയമില്ല. അവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി നിൽക്കുകയാണ്. ആരെയും മുഖപക്ഷം കൂടാതെ അവർ ദൂത് പറയുന്ന ശക്തന്മാരാണ് അന്നത്തെ കാലത്തെ പ്രവാചകന്മാർ. അതുകൊണ്ട് ഒരുപക്ഷെ കൊട്ടാരത്തിൽ ചെന്ന് ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? നീ ഈ വിവാഹം ചെയ്ത് ശരിയില്ല. ജോസീഫസ് എന്ന ഒരു ചരിത്രകാരൻ കേട്ട് കാണും. ജോസീഫസ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹെരോദ് അന്തിപ്പാസ് റോമിലേക്ക് പോകുന്ന വഴി ബ്രദറിൻ്റെ വീട്ടിൽ കയറി അതിനിടയിലാണ് ഹെരോദ്യ ഇദ്ദേഹത്തിൽ ആകൃഷ്ടയായി. അല്ലെങ്കിൽ ഇദ്ദേഹം അങ്ങോട്ട് തിരിച്ചാണെന്നാണ് പറയുന്നത്. കാരണം തൻ്റെ ഭർത്താവ് ഫിലിപ്പോസിന് വലിയ അധികാര പദവികളൊന്നുമില്ല. എന്നാൽ ഇദ്ദേഹം ഒരല്പം ഗ്ലാമറുള്ള ഗൈയാണ്, ഭർത്താവിൻ്റെ ബ്രദറാണ്. അവൾ ആകൃഷ്ടയായി ഭർത്താവിനെ ഉപേക്ഷിച്ച് തന്നോടുകൂടി പോകാൻ തയ്യാറായി. ഇദ്ദേഹം നടപടിയെടുത്തു. എന്താണ്? തൻ്റെ ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ചു. തൻ്റെ ആദ്യ ഭാര്യ ഒരു അറേബ്യ രാജ്യത്തെ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ചീഫ് ആയിട്ടുള്ള ഒരാളുടെ മകളായിരുന്നു. അവളെ ഉപേക്ഷിച്ചിട്ട് ഫിലിപ്പോസിൻ്റെ ഭാര്യയെ കൊണ്ടുപോയി. സംഭവിച്ചതിന് ശേഷം ഹെരോദ് അന്തിപ്പാസ് ആദ്യ ഭാര്യയുടെ പിതാവുമായൊരു യുദ്ധം നടന്നു. ആ ഒറ്റ പ്രശ്നത്തിലുണ്ടായത് നിസ്സാര കാര്യങ്ങളല്ല, യുദ്ധം നടന്നു. എന്നിട്ടും ഇദ്ദേഹത്തിന് പക്ഷേ പല പ്രാവശ്യം കൊട്ടാരത്തിൽ വന്ന് നീ ചെയ്തത് തെറ്റാണ്, ദൈവം നിന്നെ ന്യായം വിധിക്കും, നീ മാനസാന്തരപ്പെടുക, ആ ഭാര്യയെ വിട്ടുകൊടുക്കുക എന്ന് പല പ്രാവശ്യവും അദ്ദേഹം മുഖത്ത് നോക്കി ദൂത് പറഞ്ഞു. ഇദ്ദേഹം അത് കേട്ടിട്ടൊരല്പം ഭയമൊക്കെ ഉണ്ടായെങ്കിലും പുള്ളിക്കാരി സമ്മതിക്കില്ല. പുള്ളിക്കാരിയുടെ അകത്ത് പെട്ടെന്നൊരല്പം പുറകോട്ട് സമയചക്രത്തിലൊന്ന് പോയി നോക്കിയേ. യോഹന്നാൻ സ്നാപകൻ എങ്ങനെ വരുമെന്നാണ് പറഞ്ഞത്? ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ. ഏലിയാവിൻ്റെ കാലം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏലിയാവിൻ്റെ കാലത്ത് ഇതുപോലൊരു പുള്ളി ഉണ്ടായിരുന്നു. രാജാവിൻ്റെ പേര് ആർക്കെങ്കിലും പറയാമോ? അഹാബ്. പുള്ളിക്കാരനൊരു ഭാര്യ ഉണ്ടായിരുന്നല്ലോ, പേര് പറയാമോ? ഇസബേൽ. ഇതേ ക്യാരക്ടർ ഓർമ്മയുണ്ടോ? സെയിം ക്യാരക്ടർ. അന്ന് ഏലിയാവിൻ്റെ തല കൊയ്യും, ഓർമ്മയുണ്ടോ? ഞാൻ ഏലിയാവിൻ്റെ തല കൊയ്യും, നിന്നെ ആ പ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ ആക്കുമെന്ന് അവൻ ഭീഷണി മുഴക്കിയപ്പോൾ ഇസബേലിൻ്റെ വാക്ക് നിമിത്തം തൻ്റെ ഉള്ളിലെ ധൈര്യം ചോർന്നിട്ടാണ് അദ്ദേഹം ഒരു സ്ഥലത്ത് പോയി കിടന്ന് ചൂരച്ചയുടെ കീഴിൽ കിടന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാക്കന്മാരേക്കാൾ നല്ലവനല്ല, എൻ്റെ ജീവൻ ഇപ്പോൾ എടുക്കണം. ഹി വെന്റ് ഇൻടു എ ഡിപ്രഷൻ ആൻഡ് ഹി ബിക്കേം സൂയിസൈഡൽ. മരിച്ചാൽ മതി, ആത്മഹത്യ ചെയ്യണമെന്ന് വരെയുള്ള ചിന്തകൾ തൻ്റെ അകത്ത് വന്നു, ഒരു സ്ത്രീ നിമിത്തം. അതേ കോണ്ടെക്സ്റ്റാണ് ഇവിടെ ആവർത്തിക്കുന്നത്. ഹെരോദ്യ പറഞ്ഞു, ഇവൻ എൻ്റെ വിവാഹ ജീവിതത്തിൽ കൈകടത്തുക, എൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമുക്കൊന്ന് തിരിച്ചു വന്ന് 3-ാം വാക്യമാണ് സ്ക്രീനിൽ കാണുന്നത്. ഹെരോദാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹെരോദ്യ നിമിത്തം അവൾ നിനക്ക് ഭാര്യയ്ക്ക് വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അടുത്ത വചനം, അവനെ പിടിച്ചുകെട്ടി തടവിലാക്കിയിരുന്നു. അതുകൊണ്ട് ഉടൻ തന്നെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന യോഹന്നാൻ സ്നാപകൻ ശിഷ്യഗണങ്ങൾ ചുറ്റും നിൽക്കുമ്പോൾ, ഒരുപക്ഷെ ജനങ്ങളെല്ലാം കൂടെ നിൽക്കുമ്പോൾ ഭടന്മാർ വന്ന് ഉറക്കെ യു ആർ അണ്ടർ അറസ്റ്റ്. ഉടനെ വിലങ്ങ് വെച്ചു, ആളെ കൊണ്ടുപോയി തടവിലിട്ടു. അടുത്ത വചനം നോക്കാം, 5. അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷാരം അവനെ പ്രവാചകനെന്ന് എണ്ണുകയാൽ അവരെ ഭയപ്പെട്ടു. ഓക്കെ, ഈ ഹെരോദാവിന് അവനെ കൊല്ലാൻ ആഗ്രഹമില്ല. കാരണം തെറ്റാണെന്ന് പുള്ളിക്കറിയാം. ഈ പെണ്ണ് തൂങ്ങിയേക്കുക, പുറകെ കൂടിയേക്കുക, ഒഴിവാക്കാനും പറ്റില്ല. അതുകൊണ്ട് കൊല്ലുവാൻ ഉള്ളിൽ മനസ്സുണ്ടെങ്കിലും പുരുഷാരം അവൻ പ്രവാചകൻ എന്നുണ്ടാൽ അവരെ ഭയപ്പെട്ട, അത് എൻ്റെ അർത്ഥം ഒരു വലിയൊരു ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്, തനിക്കെതിരെ ജനം തിരിയാൻ സാധ്യതയുണ്ടെന്ന് ഓർത്തിട്ട് കൊല്ലില്ല, തടവിലാക്കിയേക്കുക. അടുത്ത വചനം നോക്കാം. എന്നാൽ ഹെരോദാവിൻ്റെ ജനന ദിവസമായപ്പോൾ ഹെരോദ്യയുടെ മകൾ സഭാമധ്യേ നൃത്തം ചെയ്ത് ഹെരോദാവിനെ പ്രസാദിപ്പിച്ചു. ഈ ഹെരോദ്യ ഉള്ളിൽ കണക്കൂട്ടിയിട്ടുണ്ട്, ഇവൻ്റെ തല ഞാൻ എടുക്കും,
നേരത്തെ കണക്കൂട്ടിയേക്കുക. അവസരത്തിന് നോക്കി വെക്കുക. ഹേരോദ് അവൻ്റെ ബർത്ത്ഡേ വന്നു, ഭയങ്കരമായൊരു വിരുന്ന് സൽക്കാരം നടക്കുക. ആ സമയത്ത് ഹെരോദ്യയുടെ മകൾ, ഹെരോദാവിൻ്റെ മകളല്ല, ഫിലിപ്പോസിൻ്റെ മകളാണ് ശലോമി. അവൾ സഭാമധ്യേ നൃത്തം ചെയ്തു. സാധാരണ കുലീന കുടുംബത്തിലുള്ള ഒരു സ്ത്രീയും ഇതുപോലെ നൃത്തം ചെയ്യില്ല. പക്ഷേ അവൾ നൃത്തം ചെയ്തു. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അതിന് വേണ്ടിയിട്ട് വളരെ ചീപ്പായിട്ടുള്ള കുറേ ലേഡീസിനെ കൊണ്ടുവന്നാണ് നൃത്തം ചെയ്യിക്കാറ്. അല്ലാതെ ഒരു രാജകുമാരിയോ അങ്ങനെ പദവിയിലുള്ളവരൊന്നും നൃത്തം ചെയ്യാറില്ല. പക്ഷെ ഇവളത് ചെയ്തു. അങ്ങനെ ഹെരോദാവിനെ പ്രസാദിപ്പിച്ചു. ആ സമയത്ത് വീഞ്ഞൊക്കെ കുടിച്ച് ഉപ്പൻ്റെ കണ്ണുപോലെ കിറങ്ങിയിരിക്കുന്ന സമയത്താണ് ഈ പെണ്ണ് ഡാൻസ് കളിച്ചത്. അത് ബോധത്തോടുകൂടിയാണോ ബോധമില്ലാതെയാണോ പ്രസാദിച്ചു. അടുത്ത വചനം നോക്കാം. അതുകൊണ്ട് എന്ത് ചോദിച്ചാലും അവൾക്ക് കൊടുക്കുമെന്ന് അവൻ സത്യം ചെയ്തു. രാജാക്കന്മാർക്ക് സാധാരണ പറയാറുള്ള ഒരിതുണ്ട്, രാജ്യത്തിൻ്റെ പകുതിയാണേലും നീ ചോദിച്ചു തന്നേക്കാം, എന്ത് ചോദിച്ചാലും തരാം എന്ന് വാക്ക് കൊടുത്തു. അടുത്തത്, അവൾ അമ്മയുടെ ഉപദേശപ്രകാരം ഈ മോള് ഓടി അമ്മയുടെ അടുത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറഞ്ഞു. അമ്മ പറഞ്ഞു കൊടുത്തു, യോഹന്നാൻ സ്നാപകന്റെ തല ഒരു താലത്തിൽ തരാൻ പറ. ഓക്കെ, അടുത്ത വചനം. രാജാവ് ദുഃഖിച്ചുവെങ്കിലും ചെയ്ത സത്യത്തെയും വിരുന്നുകാരെയും വിചാരിച്ച് അത് കൊടുപ്പാൻ കൽപ്പിച്ചു. രാജാവിന് ഒരു വലിയ ദുഃഖമായി. ഇത് തന്നെയാണ് ആഹാബിൻ്റെ കാലത്തും ഇദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ കാലത്തും പിലാത്തോസിൻ്റെ കാലത്ത്. പിലാത്തോസിന് വാസ്തവത്തിൽ ശരിയല്ലേ, മനസ്സൊന്നുമില്ല, ഭാര്യമെന്ന് പറയുന്നുണ്ട് അവൻ്റെ കാര്യത്തിൽ കൈകടത്തരുത്. പക്ഷേ പ്രഷർ, അധികാരത്തിലിരിക്കുന്നവർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് പ്രഷർ. പല സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രഷർ വരുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ ചിലത് ചെയ്യേണ്ടി വരും. അത് കൊടുപ്പാൻ കൽപ്പിച്ചു. അടുത്ത വചനം, ആളയച്ച് തടവിൽ യോഹന്നാനെ ശിരച്ഛേദം ചെയ്യിച്ചു. അവന്റെ തല ഒരു താലത്തിൽ കൊണ്ടുവന്ന് ബാലക്ക് കൊടുത്തു. അവൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. ഈ പെങ്കൊച്ച് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ആ പെങ്കൊച്ചിൻ്റെ കയ്യിലോട്ട് യോഹന്നാൻ സ്നാപൻ്റെ ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്ന തല വിറച്ചുകൊണ്ട് അവൾ ഓടി അമ്മയുടെ കയ്യിലേക്കൂടെ കൊടുത്തു. അവൾക്ക് സായുജ്യം. മറുവശം ഒന്ന് ചിന്തിക്കാം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ ഇതിനേക്കാൾ വലിയൊരാളില്ല. അത്രയ്ക്ക് ശക്തനായ, അഭിക്ഷിക്തനായ ഒരു പ്രവാചകനെ വൃത്തികെട്ട ഒരു സ്ത്രീയുടെ മോഹത്തിൻ്റെ സാഫല്യത്തിന് വേണ്ടി ദൈവം വിട്ടുകൊടുക്കുമോ? ദൈവത്തിന് നീതിയുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരാം. ഉത്തരം, സ്വന്തം പുത്രൻ്റെ കാര്യത്തിലും സ്വന്തം മകൻ വന്നപ്പോൾ ഇത് തന്നെയല്ലേ കർത്താവ് ചെയ്തത്? നമ്മുടെ എല്ലാവർക്കും വേണ്ടി കർത്താവിന് ഇതുപോലെ തന്നെ വിട്ടു. ആരാ അവനെ കൊന്നത്? അന്നത്തെ കാലത്തെ റോമൻ പടയാളികൾ, മഹാപാപികൾ. ദൈവത്തിന് ഒരു പാപവുമില്ലാത്തവൻ്റെ കൈകളിൽ ആണികൾ അടിച്ചു കയറ്റി. ഇതിലൊക്കെ നീതിയുണ്ടോ? ഞാൻ എപ്പോഴും വീണ്ടും പറയുന്നു, ദിസ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. ഈ ഭൂമിയിൽ കാണുന്ന ഈ പര്യവസാനങ്ങളല്ല പര്യവസാനം. ഇതിനപ്പുറത്ത് ഇതിനൊക്കെ പ്രതിഫലം വിഭജിക്കുന്നൊരു നാൾ വരുന്നുണ്ട്. കർട്ടൻ്റെ ഇപ്പുറത്ത് യേശു അങ്ങനെ ക്രൂശിക്കപ്പെട്ടതൊക്കെയാണ്. പക്ഷെ അപ്പുറത്ത് എന്തായിരുന്നു? ആ ക്രൂശ് മാറി ഒരു വലിയ കിരീടധാരിയായി യേശു അപ്പുറത്ത് മാറി. നിങ്ങൾ ക്രൂശിച്ചു വന്ന ഈ യേശുവിനെ അവൻ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. ഇത് നമ്മുടെ ജീവിതത്തിലും ആരെങ്കിലുമൊക്കെ ഇതുപോലെ നമ്മളെ പുച്ഛിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, കർത്താവ് നിമിത്തം, ശുശ്രൂഷ നിമിത്തം എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഓർക്കണം അവരെ ഇപ്പോൾ ഇരുളിൻ്റെ ആത്മാവിൽ ഈ വിക്രിയകളെല്ലാം ചെയ്യുന്നെങ്കിലും പരിശുദ്ധാത്മാവിൽ ജീവിച്ച, ശുശ്രൂഷിച്ച നിനക്ക് സ്വർഗത്തിൽ നിത്യമായ യുഗങ്ങളിൽ വലിയ പ്രതിഫലങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്നും എന്നേക്കും അഗ്നി നരകത്തിൽ കത്തിക്കൊണ്ടേയിരിക്കും. ഇത് വ്യക്തതയോടെ ബൈബിളിൽ വെളിവാകുന്നുണ്ട്. 13-ാം വചനത്തിലേക്ക് നമുക്ക് വരാം. When Jesus heard what had happened, he withdrew by boat privately to a solitary place. Hearing this, the crowds followed him on foot,
from the towns. When Jesus landed and saw a large crowd, he had compassion on them and healed their sick. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. ഈ യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ, 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, തടവിലായി എന്ന് കേട്ടപ്പോഴും കർത്താവ് ഇതുപോലെ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് പോയി. പേടിച്ചിട്ടല്ല, സമയമായിട്ടില്ല. അതുകൊണ്ടാണ് സമയമാകുമ്പോൾ തന്നെ അവനെ ഏൽപ്പിച്ചു കൊടുക്കും. ഇപ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് റിപ്പോർട്ട് ചെയ്തു, ഞങ്ങളുടെ ഗുരു പോയി. ബോഡി മാത്രം കിട്ടിയിട്ട് തലയില്ലാത്ത ശരീരമാണ് ശിഷ്യന്മാരുടെ കയ്യിൽ കിട്ടിയത്. അത് കൊണ്ടുപോയി അവർ കുഴിച്ചിട്ടു. ഇനി ഇത് യേശു കേട്ടപ്പോൾ അവിടം വിട്ട് വഞ്ചിയിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പക്ഷെ സംഭവിച്ചത് എന്താണ്? യേശുവിൻ്റെ ഈ നീക്കം കേട്ടിട്ട് പുരുഷാരം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. ഇങ്ങനെ ഒന്ന് നോക്കാം, വലിയൊരു ലൈറ്റ് പോവുക. ആ ലൈറ്റ് പോകുന്നതിൻ്റെ പുറകെ പ്രാണികളുടെ വലിയൊരു കൂട്ടം പോകുന്നത് പോലെ ലോകത്തിൻ്റെ വെളിച്ചമായി വന്ന യേശുവിൻ്റെ പിന്നാലെ ജനം ആകർഷിക്കപ്പെട്ട് പുറകെ 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 പോവുക. യേശു ആരെ അറിയിക്കാതെയാണ് ഒരു ഭാഗത്തേക്ക്, ഒരു സോളിറ്ററി പ്ലേസിലേക്ക് പോയത്. പക്ഷെ ജനം വിട്ടുകൊടുത്തില്ല, ജനം പോയി. ഒരു കാര്യം കൂടി മനസ്സിലാക്കാം, യോഹന്നാനെ തടവിലാക്കി കൊന്നു. അത് കേട്ട് പേടിച്ച് വേണമെങ്കിൽ ഇനിയുള്ള പ്രാർത്ഥനാ മീറ്റിങ്ങുകളിൽ പോകാതിരിക്കാം ജനത്തിന്, അല്ലേ? ഒരു പീഡനം വന്നേക്കുവോ, പ്രോസിക്യൂഷൻ നടക്കുവോ, പ്രാർത്ഥനക്കാരെയൊക്കെ കൊല്ലുവോ എന്നൊരു ഭീതി. നോ, അതൊന്നും ഇവിടെ നടക്കുന്നില്ല, ഇനിയും നടക്കാൻ പോകുന്നില്ല. ദൈവത്താൽ ആകർഷിക്കപ്പെട്ടവർ എത്ര വലിയ പീഡനം വന്നാലും പ്രതികൂലം വന്നാലും യേശുവിൻ്റെ പിന്നാലെ പോകും. ഹല്ലേലൂയ. 14-ാം വചനത്തിൽ, when Jesus landed and saw a large crowd, he had compassion on them and healed their sick. അതൊന്നും എല്ലാവരും ചേർത്ത് വായിക്കാം. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വലിയൊരു കൂട്ടമാണോ, ചെറിയ കൂട്ടമല്ല, ഹ്യൂജ് ക്രൗഡ്. അവിടെ ചെന്നപ്പോൾ കർത്താവ് ഈ ജനക്കൂട്ടത്തെ കണ്ട് പേടിക്കുകയല്ല ചെയ്തത്, അവരോടൊരു മനസ്സലിവുണ്ടായി, വലിയൊരു മനസ്സലിവുണ്ടായി. അവരുടെ രോഗികളെ സൗഖ്യമാക്കി. ഹീലിംഗ് മിനിസ്ട്രി ആരംഭിച്ചു അവരുടെ ഇടയിൽ. 15 തുടങ്ങി വായിക്കാം. As evening approached, the disciples came to him and said, "This is a remote place, and it is already getting late. Send the crowds away, so they can go to the villages and buy themselves some food." വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വച്ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. Jesus replied, "They do not need to go away. You give them something to eat." യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞു. We have here only 5 loaves and loaves of bread and 2 fish, they answered. അവർ അവനോട്, 5 അപ്പവും 2 മീനുമല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. Bring them to me, he said. അത് ഇങ്ങ് കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു. And he directed the people to sit down on the grass. Taking the 5 loaves and the 2 fish and looking up to heaven, he gave thanks and broke the loaves. Then he gave them to the disciples, and the disciples gave them to the people. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. They all ate and were satisfied, and the disciples picked up 12 basketfuls of broken pieces that were left over. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. The number of those who ate was about 5,000 men, besides women and children. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാരായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ ഒരു ട്രാജഡി നടന്നു. ശക്തനായൊരു ശുശ്രൂഷകനെ അന്നത്തെ ഭരണാധികാരി ജയിലിൽ വെച്ച് തൻ്റെ ഭാര്യയുടെ ഇഷ്ടത്തിന് തല കൊയ്തെടുത്തു കൊടുത്തു.
ഗിഫ്റ്റായിട്ട്. നൃത്തം ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് പ്രൈസ് നെക്ലസ് എന്ന് പറയുന്നല്ലോ, ഫസ്റ്റ് പ്രൈസ് യോഹന്നാൻ്റെ തല. പക്ഷേ യേശുവിൻ്റെ ശുശ്രൂഷ അവിടെ മുതൽ അതിൻ്റെ മൊമെൻറ്റം വർദ്ധിക്കുകയാണ്. ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയും, എന്തെങ്കിലുമൊക്കെ സാത്താൻ നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കെതിരെയോ ശുശ്രൂഷയ്ക്കെതിരെയോ കൊണ്ടുവന്ന് തടസ്സമായിട്ടാൽ പരിശുദ്ധാത്മാവ് അതിൻ്റെ 10 മടങ്ങ് ശക്തിയോടെ നിങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങും. എൻ്റെ അനുഭവം കൂടിയാണ്. പല സമയങ്ങളിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ശുശ്രൂഷ എവിടെയെങ്കിലും ബ്ലോക്കാകുമോ, തടസ്സപ്പെടുമോ എന്ന് ഇതുപോലെ തോന്നുമ്പോൾ അതിശക്തമായൊരു മൂവ് മറ്റൊരു ഭാഗത്ത് കർത്താവ് തുടങ്ങിയിരിക്കും. അത് കർത്താവിൻ്റെ നീതിയാണ്. ഇവിടെ ഭയങ്കരമായ ഒരാൾക്കൂട്ടം, 5000 പുരുഷന്മാർ എന്ന് പറയുമ്പോൾ പുരുഷന്മാരുടെ എണ്ണം മാത്രമാണെന്ന് ഓർക്കണം. കൂടെ സ്ത്രീകളുണ്ട്, അവരുടെ മക്കളുണ്ട്. എല്ലാം കൂടി ചേർത്താൽ 20,000 മുതൽ 25,000 വരെയുള്ളൊരു കൂട്ടമാണ് അവിടെ യേശു ചെല്ലുമ്പോൾ കൂടിയിരിക്കുന്നത്. നോട്ടീസ് അച്ചടിച്ചിട്ടില്ല, TV പ്രോഗ്രാമിൽ കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ജനം അവിടെ കൂടിയിരിക്കുക. അവിടെ യേശു ആദ്യം അവരുടെ രോഗികളെ സൗഖ്യമാക്കി. പക്ഷേ ജനം ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ പല ദിവസങ്ങൾ കൂടെ താമസിച്ചു. ഒരു പ്രത്യേകത കൂടി പറയാം, ഈ ഒരൊറ്റ അത്ഭുതമാണ് 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള അത്ഭുതം. വേറൊരു അത്ഭുതവും എല്ലായിടത്തും എഴുതിയിട്ടില്ല. ഈ ഒരൊറ്റ അത്ഭുതത്തിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ഓൾ ദ 4 ഗോസ്പിൾസ്. 11 സുവിശേഷത കാണുമല്ലോ. ഈ സംഭവം നടക്കുന്നത് ബെത്സൈദ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ശിഷ്യന്മാർ വന്ന് പറയുന്നു, എത്രയും വേഗം യോഗം പിരിച്ചുവിടണം. ആശീർവാദം പറ യേശുവേ, ആശീർവാദം പറ, വേഗം ആളെ പിരിച്ചുവിടും. കാരണം എന്താ? അവർ പറയാൻ കാരണമുണ്ട്. ഇപ്പോൾ വിട്ടില്ലെങ്കിൽ, ഇപ്പം നമ്മളാണെങ്കിൽ പറയും, നേരത്തെ ചിലപ്പോൾ നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ ആരെങ്കിലും സ്ലിപ്പ് വരിക, പെട്ടെന്ന് ഇത് വൈൻഡപ്പ് ചെയ്തില്ലെങ്കിൽ ആൾക്ക് ബസ് കിട്ടില്ല. കാരണം അവസാനത്തെ ലാസ്റ്റ് ബസ് 8:45. അതുകൊണ്ട് വേഗം പാസ് നിർത്തിക്കുമോ എന്നിവരാരെങ്കിലും സ്ലിപ്പ് തന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ശിശുമാരെന്നിട്ട് പറഞ്ഞു, വേഗം വിടുക. കാരണം എന്താ, അവർക്ക് ഇനി ഫുഡും കിട്ടില്ല, ഒന്നും കിട്ടില്ല. പോകുന്ന വഴിക്ക് ഗ്രാമങ്ങളിൽ എവിടെയെങ്കിലും അധികം രാത്രിയാകുന്നതിന് മുമ്പ് എത്തണമെങ്കിൽ ഇപ്പോഴെങ്കിലും ആശീർവാദം പറ. യേശു എന്താ പറഞ്ഞത്? യേശു പറഞ്ഞു, നിങ്ങൾ തിന്നാൻ കൊടുക്കുക, നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വായിച്ചു നോക്കി. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അവരുടെ വല്ലതും ഉണ്ട്? നോ. നിങ്ങൾ അറേഞ്ച് ചെയ്യും, നിങ്ങളല്ലേ ഓർഗനൈസിങ് ടീം, നിങ്ങൾ അറേഞ്ച് ചെയ്യും. എന്താ ഇത് ചെയ്യുന്നത്? ജീസസ് ഓൾവേസ് വിൽ ടെസ്റ്റ് അവർ ഫെയ്ത്ത്. യേശു കർത്താവിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ വിശ്വാസത്തെ അവൻ ടെസ്റ്റ് ചെയ്യും. പ്രലോഭനത്തെക്കുറിച്ചല്ല പറയുന്നത്, അത് ചെയ്യുന്നത് പരീക്ഷകനായ പിശാചാണ്. ദൈവം ഒരിക്കലും പ്രലോഭിക്കുകയില്ല, ദൈവം പരിശോധിക്കും. അബ്രഹാമിനെ പരിശോധിച്ചു, ദാവീദിനെ പരിശോധിച്ചു, എല്ലാവരും പരിശോധിച്ചു. എന്നെ പരിശോധിക്കും, നിങ്ങളെയും പരിശോധിക്കും. കർത്താവ് ടെസ്റ്റ് ചെയ്യും, ടെംപ്റ്റ് ചെയ്യില്ല. പിശാച് ടെംപ്റ്റ് ചെയ്യും, ടെസ്റ്റ് ചെയ്യില്ല. രണ്ടും രണ്ടാണ്. ടെംപ്റ്റേഷൻസ് വരുന്നത് നമ്മളെ ബലഹീനരാക്കി തകർത്ത് കളയാനാണ്. പക്ഷെ ടെസ്റ്റ് വരുന്നത് വിശ്വാസത്തിൽ വർധന വരാനാണ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് അതിനുശേഷം ചെയ്യുന്ന കാര്യം നമുക്കറിയാം. 4 സുവിശേഷങ്ങളിലും ഇതേ കാര്യം റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ അവിടെ ഫിലിപ്പോസ് ആണ് കണക്ക് കൂട്ടുന്നത്. കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു, ഒരു 200 വെള്ളിക്കാശ് ഉണ്ടെങ്കിൽ പോലും, അത്രയും കാശ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും ഇത് എല്ലാവർക്കും ഉള്ളത് നമുക്ക് മേടിക്കാൻ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഈ പുള്ളിയെ വിളിക്കുന്നത് ഫിലിപ്പ് ദ അക്കൗണ്ടൻ്റ് എന്നാണ്. എന്ന് വെച്ചാൽ പുള്ളിയാണ് അക്കൗണ്ട്സൊക്കെ നോക്കുന്നത്. കാശ് വെച്ചിരിക്കുന്ന വേറെ ആളാണ് ജൂഡസ്. പുള്ളി കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞത്. പലരും പല കമൻറ്റുകൾ പറഞ്ഞു. പക്ഷെ ഇതിനിടയിൽ there was a man of action. അതാരായിരുന്നു? ആൻഡ്രൂ. അന്ത്രയോസ് വേഗത്തിൽ ജനങ്ങളിടയിലേക്ക് ഇറങ്ങി. എൻ്റെ ഭാവനയാണ് പറയുന്നത്, ഇതൊന്നും ബൈബിളിലില്ല.
അദ്ദേഹം പോയി അനൗൺസ് ചെയ്യുകയാണ്, ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ റിപ്പോർട്ട് ചെയ്യുക. കൈ ഉയർത്തുക. ഒരു ഒറ്റ എണ്ണം കൈ ഉയർത്തില്ല. പക്ഷേ ഒരു കൊച്ചു കൈ. അതാരായിരുന്നു? ഒരു ബാലൻ. അവൻ്റെ കയ്യിൽ ഒരു ടിഫിൻ ബോക്സ് ഉണ്ട്. മമ്മി പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടതാണ്. പോകുന്ന വഴി മീറ്റിങ്ങിന് പോവുക. മമ്മി പാക്ക് ചെയ്ത് കൊടുത്തതിൽ ഒരു പക്ഷേ കുറച്ചൊക്കെ അവൻ തിന്നു. ബാക്കി ഒരു 5 എണ്ണം ഇരിപ്പുണ്ട്. 2 ചെറിയ മീനും ഫിഷ് ഫ്രൈയും അതിൻ്റെ അകത്തിരിപ്പുണ്ട്. സാധാരണ പിള്ളേർ കൊടുക്കുമോ? കൊടുക്കില്ല. പക്ഷെ ഇവൻ കൈപൊക്കി. അന്ത്രയോസ് വന്ന് അത് വാങ്ങി നേരെ യേശുവിൻ്റെ കയ്യിൽ. യേശു അതെന്ത് ചെയ്തു? അടുത്ത വചനങ്ങളിലേക്ക് നോക്കുന്നു പോകാം. ആ 5 അപ്പവും മീനും അത് ഇങ്ങ് കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു. അടുത്ത വചനം. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. അവിടെ യേശു ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. 5 അപ്പവും 2 മീനും കൈകളിലെടുത്ത് സ്വർഗത്തേക്ക് നോക്കി, മുകളിലേക്ക് നോക്കി, വാഴ്ത്തി അപ്പം നുറുക്കി, ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞു നുറുക്കി. ഒരിക്കലും ഇത് വർദ്ധിക്കാൻ വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിച്ചു, കർത്താവേ ഇതെല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ ഇപ്പോൾ വർദ്ധിച്ചു വരട്ടെ. നോ മാജിക്. ഇതൊന്നും കർത്താവ് ചെയ്ത് നന്ദി പറഞ്ഞു. അതിലാ പെരുക്കം. എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജാണ്. കയ്യിലുള്ളത് ഒന്നിനും തികയില്ല. ശമ്പളം കിട്ടിയാൽ എങ്ങും തികയില്ല. കൈ കിട്ടിയാൽ എങ്ങും എത്താൻ പോകുന്നില്ല. അവിടെ പറഞ്ഞു 200 വെള്ളിക്കാശിനൊക്കെ ഇത് മേടിച്ചാൽ പോലും ഒരു നുറുക്ക് വെച്ചൊരു പീസ് വെച്ച് കൊടുക്കാന്നേ പറഞ്ഞുള്ളൂ. എല്ലാവർക്കും കുശാലായ ശാപ്പാടെന്ന് പറഞ്ഞില്ല. ഒന്നും തികയുന്നില്ല. പക്ഷേ കർത്താവ് നന്ദി പറഞ്ഞപ്പോൾ ഉള്ളത് വർദ്ധിച്ചു. ഹല്ലേലൂയ. അത് നമുക്കൊന്ന് ഒരു മെസ്സേജായിട്ട് ഏറ്റെടുക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ ശമ്പളം ഒന്നിനും തികയുന്നില്ല, പക്ഷെ നന്ദി പറയാമോ? പിറുപിറുക്കാതെ അടുത്ത വഴി കർത്താവ് തുറക്കും. ഹല്ലേലൂയ. ഓക്കെ, നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്റർ ആരംഭിച്ച സമയത്ത് കേട്ടൊരു സാക്ഷ്യമാണ്. ഒരു സഹോദരി ഇവിടെ വരുമായിരുന്നു. അതിലൊരു മക്കളിൽ 3 മക്കളാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു മകൻ ഒരല്പം മെൻ്റലി റിട്ടാർഡഡ് ആണ്. ഭർത്താവ് ഗൾഫിൽ വെച്ച് മരിച്ചുപോയി. ഇവർ വിധവയാണ്. ആകെ കൂടെയുള്ള വരുമാനം ഇവരുടെ വീടിൻ്റെ ഒരു പോർഷൻ വാടക കൊടുത്തിട്ടുണ്ട്. ഭർത്താവിൻ്റെ വലിയൊരു എമൗണ്ടും ബാക്കിയുള്ളതെല്ലാം പലരുടെ കയ്യിലായിപ്പോയി. കാരണം അവിടെ വെച്ച് പെട്ടെന്ന് മരിച്ചുപോയി. അവരെല്ലാം കയ്യിലുണ്ട്. ആരുടെ നിന്നെല്ലാം പൈസ മേടിക്കും ഒന്നും ഇവർക്കറിയില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ബ്ലെസ്സിങ് സെൻ്ററിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. ഉണ്ടായ സംഭവം, അവർ പ്രാർത്ഥനയിൽ വന്ന് ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും തുടങ്ങിയപ്പോൾ ആകെ കിട്ടുന്ന ആ വാടക അതുകൊണ്ട് വേണം കഴിഞ്ഞുകൂടാൻ. എങ്ങും തികയില്ല. പക്ഷെ ഒരു പ്രതിഭാസം, അവർ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന സമയം മുതൽ ശ്രദ്ധിച്ചത് ഇതാണ്: വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്ന് വയ്ക്കുന്ന പ്രൊവിഷൻ ഐറ്റംസ്, സാധനങ്ങളൊന്നും തീരുന്നില്ല. അവർ പറഞ്ഞത് ഒരു പേസ്റ്റ് വാങ്ങിച്ചിട്ട് 6 മാസമായിട്ടും പേസ്റ്റ് തീരുന്നില്ല. അപ്പം ഞാൻ അവരോട് പരസ്യമായി ചോദിച്ചു, നിങ്ങൾ എല്ലാ ദിവസവും പല്ല് തേച്ചോ? ഞാൻ എടുത്ത് ചോദിച്ചു. അന്ന് സാക്ഷ്യം പറയാൻ നിന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എല്ലാ ദിവസവും പല്ല് തേച്ചു? അവർ പറഞ്ഞു, രാവിലെ വൈകിട്ട് ഞങ്ങൾ കൃത്യനിഷ്ഠയോടെ പല്ല് തേച്ചു. എന്നിട്ടും പേസ്റ്റ് തീരുന്നില്ല. പല പാത്രങ്ങൾ, കടല, ഉപ്പ്, പലതൊക്കെ, അതൊന്നും തീരുന്നില്ല. ദൈവം ചെയ്ത അത്ഭുതമാണ്. നമ്മുടെ ഇവിടെ നടന്നൊരു അത്ഭുതമാണ്. കാരണം ഉള്ളതിനു വേണ്ടി നന്ദിയോടുകൂടെ ജീവിക്കുമ്പോൾ കർത്താവ് എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം, എങ്ങനെയെങ്കിലും ബാക്കി വരത്തക്ക രീതിയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. വിരോധമില്ലെങ്കിൽ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ഇവിടുത്തെ പ്രശ്നം ഇതാണ്. What is the crisis here? What is the problem? What is the challenge here? There is a great need, but there is only little resources. എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. വലിയൊരു ആവശ്യം, വിഭവശേഷി കുറവ്. ശുശ്രൂഷകൾ സഭകളിൽ, വീടുകളിലൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മുടെ സഭ എടുത്താൽ ഭയങ്കരമായ ഒത്തിരി വലിയ പദ്ധതികളുണ്ട്, പക്ഷെ കയ്യിൽ കാശില്ല. പലതും വരുമ്പോൾ വിശ്വാസത്താൽ ഇറങ്ങി ചാടുകയാണ്. നിങ്ങളുടെ വീട്ടിലും കാണും. ഒരു കാര്യം വരുമ്പോൾ, ഒരു വീട് പണി വരുമ്പോൾ, ഒരു വിവാഹം വരുമ്പോൾ, വലിയൊരു ആവശ്യം നിൽക്കുമ്പോൾ, ആവശ്യം വലുത്, കയ്യിലുള്ളത് ചെറുത്. ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ, ദാറ്റ് ഈസ് എ സിനേറിയോ. ശ്രദ്ധിച്ചായിരുന്നു? ബട്ട് അവിടെയാണ് ജീസസ് ദ മിറക്കിൾ വർക്കർ പ്രത്യക്ഷപ്പെടുന്നത്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ.
ഇത്രയും വലിയ 25,000 പേർക്ക് കൊടുക്കാനായിട്ട് 5 ചെറിയ യവയപ്പം, 2 ചെറിയ മീൻ. Lack of funds is the main problem faced by many churches and ministries. ലോകത്തിൽ അനേക സ്ഥലങ്ങളിലും സഭകൾ, സംഘടനകൾ ഒക്കെ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്താണ്? ഫണ്ടില്ല, വേണ്ടത്ര റിസോഴ്സസ് ഇല്ല. കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 9:14 വായിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, 50 പേരായി നിങ്ങൾ ഗ്രൂപ്പായി അവരെ ഇരുത്താൻ പറഞ്ഞു. 50 പേരായി നിരയായി ഇരുത്താൻ. ഇത്രയും പേരെ ഒരുമിച്ച് അങ്ങ് എല്ലാവരും ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടയിൽ അപ്പവുമായിട്ട് അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു വലിയൊരു ബഹളം ഉണ്ടാകും. ചിലപ്പോൾ ചിലർ ചവിട്ടേറ്റ് മരിക്കും. കർത്താവ് പറഞ്ഞു, ലെറ്റ് ദ ബി എൻ ഓർഡർ. എല്ലാവരും ഉറക്കെ പറഞ്ഞ് ഓർഡർ. ഒരു ക്രമമുണ്ടായിരിക്കണം. എന്തിന്? ഇപ്പം നിങ്ങളെങ്ങനെ ഇരിക്കുന്നത്? ഒരു നിരനിരയായിട്ടല്ലേ ഇരിക്കുന്നത്? ശരിയാണോ? എല്ലാവരും കൂടി എവിടെയെങ്കിലും അങ്ങ് നോ, ദർ ഷുഡ് ബി എൻ ഓർഡർ. കർത്താവ് സൃഷ്ടിച്ച എല്ലായിടത്തും, കർത്താവ് ചെയ്ത എല്ലായിടത്തും ഒരു ക്രമമുണ്ട്. അതൊരു തന്മാത്ര മുതൽ വലിയ സൗരയൂഥമെടുത്താലും ഒരു ക്രമമുണ്ട്, ഒരു ഓർഡറുണ്ട്. ആ ചക്രത്തിൽ ഓടണം, ആ ഭ്രമണ പദത്തിലൂടെ ഓടണം. കർത്താവ് അതിന് വളരെ നിഷ്കർഷയുള്ളയാളാണ്. 50 പേർ വീതം 50 വീതം പന്തിയായി ഇരുത്തുവിൻ എന്ന് പറഞ്ഞു. ഇവിടെയാണ് നമ്മൾ സ്മോൾ ഗ്രൂപ്പ് പ്രിൻസിപ്പിൾ കാണുന്നത്. ഒരു വലിയ കൂട്ടത്തെ മാനേജ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? കൊച്ചു കൊച്ചു കൂട്ടങ്ങളായി തിരിക്കുക. ടൂർ പ്രോഗ്രാമിന് പോകുമ്പോൾ ടൂർ ലീഡർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? 10 പേരുടെ ക്യാപ്റ്റൻ ഇദ്ദേഹം, അടുത്ത 10 പേരുടെ ക്യാപ്റ്റൻ ഇദ്ദേഹം, 50 പേരാ പോകുന്നത്. 5 ഗ്രൂപ്പായി തിരിച്ചു. 5-10 ഗ്രൂപ്പായി തിരിച്ച് അവർക്ക് ഒരു ലീഡറെ കൊടുത്തു. പണ്ട് മോശയുടെ ഫാദർ, അമ്മായപ്പൻ ഇത്രോ ചെയ്തത് തന്നെയാണ്. അവർക്കെല്ലാവർക്കും 1000 പേർക്ക് 100 പേർക്ക് ഒക്കെ ഓരോരുത്തർക്ക് ക്യാപ്റ്റനെ നിയമിച്ചു കൊടുത്തു. എന്നിട്ട് അവർ കാര്യം നോക്കട്ടെ, അധികം പ്രയാസമുള്ള നിൻ്റെ അടുക്കൽ കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ എൻ്റെ മകൾ വിധവയായി പോകും. അമ്മായപ്പൻ്റെ ഭാരമാണ്. ജെത്രോസ് പ്രിൻസിപ്പിൾ എന്നതിനറിയപ്പെടുന്നു. പക്ഷെ ഇവിടെ എല്ലാം കാണുന്നത് സ്മോൾ ഗ്രൂപ്പ് പ്രിൻസിപ്പിളാണ്. സഭകൾ വലുതാകുമ്പോൾ 1000-ആയി, 2000-ആയി, 5000-ആയി, 5 ലക്ഷമായി ഒക്കെ മാറുമ്പോൾ എല്ലാവർക്കും വേണ്ടത് കൊടുക്കാൻ, എല്ലാവർക്കും വേണ്ട അപ്പം കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ ഉള്ള പ്രിൻസിപ്പിളാണ് സ്മോൾ ഗ്രൂപ്പ് പ്രിൻസിപ്പിൾ. അതിനെയാണ് നമ്മൾ സെൽ ഗ്രൂപ്പുകൾ എന്ന് ലോകമെമ്പാടും സഭകളിൽ അറിയപ്പെടുന്നത്. ശക്തിയോടെ രംഗത്ത് കൊണ്ടുവന്നത് ഡോക്ടർ ഡേവിഡ് യോങ്കിച്ചുവാണ്. അതിനു മുമ്പുണ്ട്, അദ്ദേഹമാണ് അത് പ്രചരിപ്പിച്ചത്. ഇന്നും എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ സഭയിലുണ്ട് ബ്ലെസ്സിങ് ഗ്രൂപ്പ്. എത്ര പേര് ബ്ലെസ്സിങ് ഗ്രൂപ്പിലുണ്ട്? കുറേ പേരുണ്ട്. അത് തന്നെ കർത്താവ് അവിടെ ചെയ്തത്. കുറച്ച് ഗ്രൂപ്പാക്ക്. അവിടെ കൊടുക്കുന്നത് അപ്പമാണെങ്കിൽ ആത്മീയമായ അപ്പമാണ് ഒരു ബ്ലെസ്സിങ് ഗ്രൂപ്പിൽ കൊടുക്കുന്നത്. കൊച്ചു ഗ്രൂപ്പുകളായി കൂടി എല്ലാവർക്കും കിട്ടിയോ എന്നുള്ളത്. അതല്ലാതെ കൂട്ടത്തിലൂടെ ഇടയിലൂടെ ആ കോട്ടയെടുത്തൊരു ഒറ്റ ഏറെറിഞ്ഞാൽ കണ്ടിട്ടുണ്ടോ? ചില പ്രളയബാധിത പ്രദേശങ്ങളിൽ ഹെലികോപ്റ്ററിൽ നിന്ന് ഭക്ഷണപ്പൊതിയിലിടും. ആ ഭക്ഷണപ്പൊതിക്ക് വേണ്ടിയുള്ള there is no order. അവിടെയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഒരു ക്രമമില്ലെങ്കിൽ അവിടെ അക്രമം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഓക്കെ, കർത്താവ് നന്ദി പറഞ്ഞു, അത് വർദ്ധിച്ചു. ഒരു കാര്യം പറഞ്ഞോട്ടെ, ജീസസ് ഈസ് ബിഗർ ദാൻ യുവർ നീഡ്. നിങ്ങളുടെ ആവശ്യത്തേക്കാൾ വലിയവനാണ് യേശു. പിരിയുന്നതിന് മുമ്പ് 4-5 പേരോട് അതൊന്ന് പറഞ്ഞു കൊടുത്തേ. നിങ്ങളുടെ ആവശ്യത്തേക്കാൾ വലിയവനാണ് യേശു. ഹല്ലേലൂയ. നിങ്ങളുടെ ആവശ്യത്തേക്കാൾ വലിയവനാണ് യേശു. നിങ്ങൾക്കൊരു വലിയൊരു ആവശ്യം ഉണ്ടെന്നിരിക്കട്ടെ, വലിയ ആവശ്യമാണ് ബ്രദറെ, അതിനേക്കാൾ വലിയവനാ ദൈവം. അതിനേക്കാൾ വലിയവനാണ് നമ്മുടെ യേശു. അത് കർത്താവ് നിവർത്തിക്കും. അവനിൽ വിശ്വസിക്കുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇതേ ചരിത്രം പറയുന്നുണ്ട്. 12-ാമത്തെ വചനത്തിൽ പറയുമ്പോൾ കർത്താവ് പറയുന്നു, ജീസസ് ഡസ് നോട്ട് വാണ്ട് ഫുഡ് ടു ബി വേസ്റ്റഡ്. കർത്താവ് പറയുന്നു, ഒന്നും പാഴാക്കരുത്. വായിച്ചു നോക്കി. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ണമൊന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പിനെന്ന് പറഞ്ഞു. ബാക്കി കുറേ ഒന്നും കർത്താവ് എന്താ പറയുന്നത്? അതെല്ലാം കളക്ട് ചെയ്യാൻ പറഞ്ഞു. ഒന്നും വേസ്റ്റ് ആക്കരുത്. നോ വേസ്റ്റേജ് അറ്റ് ഓൾ. അത് യേശു കർത്താവിന് പിടിവാശിയുള്ളൊരു കാര്യമാണ്. ഒന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല. ഭക്ഷണമാകട്ടെ, വസ്ത്രമാകട്ടെ, അത് എക്സസ് ഉണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കുക, നശിപ്പിക്കല്ലേ. ഇതാണ് കർത്താവിൻ്റെ പോളിസി. ഒന്നും പാഴാക്കരുത്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മുടെ കയ്യിലുള്ളതിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ അല്പത്തെ വർദ്ധിപ്പിച്ച്
സർപ്ലസ് ഉണ്ടാക്കാൻ, ബാക്കി വരുത്താൻ മനസ്സുള്ള ഒരു ദൈവമാണ് നമ്മുടെ പിതാവ്. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്നതിനായി നന്ദി പറയാം. ഇന്ന് നമുക്കുള്ളത്, ഇന്ന് കർത്താവ് തന്നിട്ടുള്ളതിന് നന്ദി പറയാം. അപ്പോൾ കർത്താവ് ഇല്ലാത്തത് വർദ്ധിപ്പിച്ചു തരും. കൈകളെ ഉയർത്താം. എന്നോട് ചേർന്ന് പറയാം, കർത്താവേ, ഇന്ന് എനിക്ക് തന്നിട്ടുള്ള സകലത്തിനും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഇനിയുള്ള എൻ്റെ ആവശ്യങ്ങൾ നടത്തുവാൻ അങ്ങ് ശക്തനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കൈകളെല്ലാം ഉയർന്നിരിക്കുമ്പോൾ കർത്താവെ, ഓൺലൈനിൽ കാണുന്ന സകലർക്കുമായി പ്രാർത്ഥിക്കുന്ന രോഗികൾ സൗഖ്യമാകട്ടെ. ഈ വചനത്തിലൂടെ വിശ്വാസം വർദ്ധിക്കട്ടെ. മാത്രമല്ല, ഒരു വലിയ ആവശ്യത്തിൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. അല്പമേ ഉള്ളൂ വീട് പണിയുവാൻ, അല്പമേ ഉള്ളൂ വിവാഹം നടത്തുവാൻ, അല്പമേ ഉള്ള ഒരു പ്രോജക്റ്റ് ചെയ്യുവാൻ, അല്പമേ മൂലധനമുള്ള ഒരു വലിയ ബിസിനസ് ചെയ്യുവാൻ. എന്താണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, നീ അത് കൈകളിലെടുത്ത് അതിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് അങ്ങ് കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശത്തിന് ശേഷം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കുമ്പിടാം, പ്രാർത്ഥിക്കാം. നിങ്ങളിത് കുടുംബമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ചേർന്ന് ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ ചുറ്റുപാടുമൊക്കെ വളരെയധികം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വളരെ വിലയേറിയതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വിശ്വസിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, 20-23 മുതലുള്ള വേദഭാഗങ്ങൾ നോക്കുമ്പോൾ, യേശു കർത്താവും ശിഷ്യന്മാരും മറുകരയിലേക്ക് പടകിൽ കയറി അക്കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ കാറ്റും കൂളും അടിച്ചു, വലിയ തിരമാലകൾ വന്നു. യേശു അവിടെ ഉറങ്ങുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. വള്ളം മുങ്ങുമോറ് തിരകൾ അവിടെ അടിച്ചു. അപ്പോൾ യേശു കർത്താവ് അവിടെ എഴുന്നേറ്റ് യേശുവിനെ അവർ ഉയർത്തി, യേശുവിനെ ഉണർത്തി. അവർ യേശു ഉറങ്ങുന്നത് കണ്ടപ്പോൾ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ വിചാരമില്ലേ, ഞങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ യേശുവിനെ ഉണർത്തി. യേശു എഴുന്നേറ്റ് ഉടനെ ചോദിച്ചത്, അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരോട് പറഞ്ഞ, അല്പവിശ്വാസികൾ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. എന്നാറെ അവർ മനുഷ്യർ വളരെയധികം അതിശയിക്കുകയുണ്ടായി. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുമല്ലോ. യേശു അവരെ വിളിച്ച അല്പവിശ്വാസികളെ എന്നുള്ള രീതിയിലാണ് വിശ്വസിച്ചത്. യേശു എഴുന്നേറ്റ് ശാസിച്ചു. ഞാൻ പലപ്പോഴും പറയാറുള്ള യേശു ചിന്തിക്കുന്നൊരു കാര്യമാണ്, യേശു അവരിൽ നിന്ന് ഉദ്ദേശിച്ചത് അവർ എഴുന്നേറ്റ് ആ കാറ്റിനെയും കടലിനെയൊക്കെ ശാസിക്കുകയായിരുന്നെങ്കിൽ അത് മാറിയാണ്. യേശു ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തോടെ, ഹൃദയപൂർവ്വം വിശ്വാസത്തോടെ ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചെന്ന് വീഴാൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഈ സമയത്ത് ദൈവമക്കളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതൽ നമ്മുടെ ചുറ്റുപാടും നടക്കാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് സംരക്ഷിക്കും, നമ്മുടെ സഭയെ, വിശ്വാസികളെ കർത്താവ് സംരക്ഷിക്കും, നമ്മുടെ വില്ലേജിനെ, നമ്മുടെ വാർഡിനെ, നമ്മുടെ പഞ്ചായത്തിനെ, നമ്മുടെ ജില്ലയെ, നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ ഇന്ത്യയെ കർത്താവ് തൊടാൻ പോവുകയാണ്. ചുറ്റുപാടും കാറ്റും കോളും എല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യേശു നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, ചിലതിനോടൊക്കെ അടങ്ങാൻ പറയുമ്പോൾ, ചിലതിനോടൊക്കെ കൽപ്പിക്കുമ്പോൾ, അത് വിശ്വാസത്താൽ നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ അടങ്ങാൻ പോവുകയാണ്, അമർച്ചയിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വലിയ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് നൽകാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങളുടെ മുൻപിൽ അഭിമുഖീകരിക്കുന്ന ഒരു രോഗമാകാം, കടഭാരമാകാം, ഞെരുക്കമാകാം, വിശ്വാസത്തോടെ എഴുന്നേറ്റുകൊണ്ട് ചിലതൊക്കെ വിളിച്ചു പറയുമ്പോൾ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയും? ആമേൻ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാറ്റും കോളും തിരയുമായി വന്നുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ പ്രശ്നമാണെങ്കിലും
ഈ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. അതിനോട് യേശുവിൻ്റെ നാമത്തിൽ അടങ്ങാൻ പറയുക, വഴിമാറാൻ പറയുക, വഴി തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും ദൈവസന്നിധിയിൽ ഈ കൈകൾ ഉയർത്തിപ്പിടിച്ചോണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉയരുന്ന എത്ര വലിയ പ്രശ്നമാണെങ്കിലും, കാറ്റാണെങ്കിലും കോളാണെങ്കിലും ദൈവസന്നിധിയിലേക്കൊന്ന് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച്, കർത്താവേ ഹല്ലേലൂയ, കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളിതിനെ സമർപ്പിക്കുന്നു. കടലിനെയും കാറ്റിനെയും എല്ലാത്തിനും നിയന്ത്രിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമേ യേശു കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ പ്രശ്നങ്ങളെയും, ഞങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെയും, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇതിനകത്തൊരു നീക്കുപോക്ക് സ്വർഗത്തിലെ ദൈവം അയക്കണമേ കർത്താവേ, അങ്ങ് എഴുന്നേൽക്കണമേ കർത്താവേ. ദൈവത്തിൻ്റെ വചനം പറയുന്ന യഹോവ എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു എന്നാണല്ലോ. കർത്താവ്, ഇന്ന് ഞങ്ങളുടെ പ്രശ്നത്തിൻ്റെ മേൽ യേശു കർത്താവ് രാജാവായി എഴുന്നേൽക്കണമേ കർത്താവേ. ഞങ്ങളുടെ പ്രയാസങ്ങളുടെ മേൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, വഴി കാണുന്നില്ല, പ്രശ്നങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരണമെന്നറിയില്ല. പക്ഷേ യേശു കർത്താവേ, അവിടുന്ന് എഴുന്നേറ്റ് വന്ന് ഈ പ്രശ്നത്തെ ശാസിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. വിശ്വാസം നിറഞ്ഞവരായി ഈ സമയത്ത് നിങ്ങളുടെ മുൻപിലുള്ള ആ പ്രശ്നത്തെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് വിശ്വാസത്താൽ കൽപ്പിക്കാൻ തുടങ്ങിയാൽ യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗം മാറിപ്പോകട്ടെ, ഈ കടഭാരം നീങ്ങിപ്പോകട്ടെ, ഈ കാറ്റ് നീങ്ങിപ്പോകട്ടെ, ഈ കുടുംബത്തിലെ വലിയ കലഹം യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഒത്തിരി നാളായി നിങ്ങൾ പരിശ്രമിച്ചിട്ട് മാറാത്ത ചില കുടുംബ പ്രശ്നങ്ങളും എല്ലാം ഇന്ന് നിങ്ങൾ വിശ്വാസത്തോടെ കൽപ്പിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകാൻ പോവുകയാണ്. ആ കലഹത്തിന്റെ പ്രശ്നം നിന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകാൻ പോവുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ, പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ, പുതിയ വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി അത് തുറക്കപ്പെടട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ വിശ്വാസത്താൽ കാണുകയാണ്, വിശ്വാസത്താൽ കാണുകയാണ്. താങ്ക് യു ലോർഡ്. ആ വഴികളെ കർത്താവ് തുറന്നതിനായി, ആ കാറ്റിനെ അങ്ങ് അടക്കിയതിനായി, അതിനെ ശാന്തമാക്കിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ സമയത്ത് ലോകമെമ്പാടും ഉയർന്നുകൊണ്ടിരിക്കുന്ന വർദ്ധിച്ച കൊറോണ വൈറസിൻ്റെ ഭീതിയെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് എഴുന്നേൽക്കണമേ, അങ്ങ് ശാന്തമാക്കണമേ. ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തെ നോക്കി അങ്ങ് കൽപ്പിക്കണമേ കർത്താവേ, അങ്ങ് എഴുന്നേൽക്കണമേ കർത്താവേ, അങ്ങ് അത്ഭുതത്തെ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. വളരെ വേഗത്തിൽ ഈ കൊറോണയുടെ വ്യാപനം നിലയ്ക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതം നടക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയോടെ നടക്കാൻ പോവുകയാണ്. രോഗികളെല്ലാവരും സൗഖ്യമാകപ്പെടട്ടെ. പുതിയ രീതിയിലുള്ള മരുന്നുകൾ വന്നു ചേരട്ടെ. വാക്സിനുകൾ എല്ലാവരിലേക്ക് എത്തിച്ചേരട്ടെ. അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൊറോണയുടെ മേഖലയിൽ ഞങ്ങൾ ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. ജനത്തെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരും യേശുവിൻ്റെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സംരക്ഷണം ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും അങ്ങ് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലൈവ് ചാറ്റിലൂടെ ഇടുന്ന ഓരോ പ്രാർത്ഥന വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇതിനകത്ത് ഇടുന്ന ഓരോ പ്രാർത്ഥന വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. എല്ലാ രോഗികളെ സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു. ദൈവിക അനുഗ്രഹങ്ങൾ, വിടുതലുകൾ ഓരോ വ്യക്തി ജീവിതങ്ങളിലേക്കും കർത്താവ് അയക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് തിരുക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് നമുക്ക് മോർണിംഗ് ഗ്ലോറി നമുക്കുണ്ട്. ബദഡാമിൻ പഠിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ക്ലാസ്സുകൾ രാവിലെയുണ്ട്. വൈകിട്ട് നമുക്ക് മത്തായി സുവിശേഷത്തിൻ്റെ പഠനം ഹോം ഫെലോഷിപ്പിനോടൊപ്പം ഉണ്ടായിരിക്കും. മറ്റ് പല മീറ്റിങ്ങുകളും നമുക്ക് വൈകിട്ട് ഉണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ വചന പഠനത്തിൽ നിങ്ങൾ പങ്കാളികളാകുക. ഈ സമയങ്ങൾ കർത്താവിനെ കൂടുതൽ എടുക്കുവാൻ, വചനത്തിൽ പഠിക്കുവാൻ, ദൈവശക്തിയാൽ നിറങ്ങുവാൻ, ദൈവിക അത്ഭുതങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയാൽ നിറയ്ക്കട്ടെ. അമേൻ, അമേൻ, അമേൻ. യേശുവിൻ നാമമെൻ പ്രാണനുരക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര.
യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. യേശുവിൻ നാമം പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശു